നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സിനോണിംസുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഓരോ ക്ലാസ്സിലും 20 സിനോണിംസ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകൾ കണ്ടവർ ഒരു നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ട്. അതായത് ഓപ്ഷൻസിൽ കാണുന്ന വാക്കുകൾ, ആ വാക്കുകളുടെ അർത്ഥം മാത്രം പറഞ്ഞാൽ പോരാ, അനീക്വലായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സും കൂടെ പറയണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു നിർദ്ദേശമാണ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇനി മുതൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഹാറ്റഡ്? ഹാറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൺസെർട്ട്, കൺസെപ്റ്റ്, കണ്ടംപ്റ്റ്, അക്സെപ്റ്റ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹാറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാറ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വെറുപ്പ് അല്ലെങ്കിൽ പുച്ഛം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെയാണ് ഹാറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസിന്റെയും അർത്ഥവും അതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്കൊന്ന് നോക്കാം. കൺസേർട്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സംഗീത പരിപാടി എന്നാണ് കൺസേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? മ്യൂസിക്കൽ പെർഫോമൻസ് എന്ന് പറയാം, അല്ലെ? സംഗീത പരിപാടി. ഇനി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആശയം അല്ലെങ്കിൽ സങ്കല്പം എന്നൊക്കെയാണ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്തായിരിക്കും സമാനമായിട്ടുള്ളത്? ഐഡിയ എന്നാണ്. ഓക്കെ, ഐഡിയ. ഇനി കണ്ടംപ്റ്റ്, ഇതിന്റെ അർത്ഥമാണെന്ത്? പുച്ഛം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്നത്. അതിന് സമാനമായിട്ടുള്ള വാക്കാണ് ഹാറ്റഡ്. അപ്പൊ ഹാറ്റഡിന്റെ സിനോണിം എന്തായിരിക്കും? കണ്ടംപ്റ്റ് ആയിരിക്കും. ഇനി അക്സെപ്റ്റ് എന്താണ്? അക്സെപ്റ്റിന്റെ അർത്ഥം, മലയാള അർത്ഥം എന്താ? സ്വീകരിക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് എന്തായിരിക്കും? റിസീവ് അല്ലെങ്കിൽ അഡ്മിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിലൂടെ 4 വാക്കുകളുടെ അർത്ഥവും ഒപ്പം അതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് പദവും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു, നമ്മൾ പഠിച്ചിരിക്കുന്നു. ആ സമാനമായിട്ടുള്ള പദങ്ങളെയാണ്, അല്ലെങ്കിൽ സമാനമായ അർത്ഥം നൽകുന്ന പദങ്ങളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് പറയുമ്പോൾ കണ്ടംപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് പിയർ. പിയർ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ, ട്രൈ, പീപ്പ്, ടേക്ക് എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പിയർ എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ഒളിഞ്ഞു നോക്കുക എന്ന അർത്ഥം പിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി നമുക്ക് ഓപ്ഷനിലെ വാക്കുകളുടെ അർത്ഥവും അതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓപ്പൺ എന്ന് പറയുന്ന വാക്ക് നോക്കാം. എന്താണ്? തുറന്നിരിക്കുന്നത് എന്നാണ് ഓപ്പൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സമാനമായിട്ടുള്ള വാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അക്സസിബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഓപ്പണിന്റെ സിനോണിംസ് ആയിട്ട് എന്തൊക്കെ വരാം? ഫ്രീ അല്ലെങ്കിൽ അക്സസിബിൾ എന്ന അർത്ഥത്തിൽ വരാം ഇംഗ്ലീഷ് വേർഡ്. ഇനി ട്രൈ എന്താണ്? ശ്രമിക്കുക എന്നാണ് ട്രൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സമാനമായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ സിനോണിം ആയിട്ട് നമുക്ക് എന്ത് പറയാം? അറ്റംപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ട്രൈയുടെ സിനോണിം ആയിട്ട് നമുക്ക് അറ്റംപ്റ്റ് എന്ന് പറയാം. ഇനി പീപ്പ്, ഈ പീപ്പിന്റെ അർത്ഥമാണ് ഇതിനുള്ളത്? പിയർ എന്നുള്ളത്. ദാറ്റ് മീൻസ് ഒളിഞ്ഞു നോക്കുക എന്നാണ് പീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ പീപ്പിന്റെ സിനോണിമായിട്ട് നമുക്ക് പിയർ, അല്ലെങ്കിൽ പിയറിന്റെ സിനോണിമായിട്ട് നമുക്ക് പീപ്പ് പറയാം. ഇവിടെ പീപ്പാണ് കറക്റ്റ് ആൻസർ. ഇനി ടേക്ക്. ടേക്ക് എന്ന അർത്ഥം എന്താ? എടുക്കുക എന്നർത്ഥം. അതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡായിട്ട് നമുക്ക് എന്ത് പറയാം? ഒബ്റ്റെയിൻ നമുക്ക് പറയാം. ഓക്കെ, ഒബ്റ്റെയിൻ അല്ലെങ്കിൽ ഗെറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒബ്റ്റെയിൻ അല്ലെങ്കിൽ ഗെറ്റ്. അപ്പം അതാണ് ടേക്ക് എന്നുള്ളതിന്റെ സിനോണിമായിട്ട് വരിക. അപ്പൊ ഈ 2ാമത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ 4 വാക്കുകളുടെ അർത്ഥം, മലയാള അർത്ഥവും അതിന്റെ സിനോണിം പഠിച്ചു. ഈ 2 ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 8 വാക്കുകളുടെ സിനോണിംസും അതിന്റെ മലയാള അർത്ഥവും നമ്മൾ പഠിച്ചിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ സിനോണിം ഓഫ് ദ വേർഡ് പിയർ എന്നുള്ളതായിരുന്നു. ദാറ്റ് മീൻസ് ഒളിഞ്ഞു നോക്കുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ അതിന്റെ സിനോണിം എന്ന് പറയുമ്പോൾ പീപ്പാണ്. അപ്പൊ ഇവിടെ പീപ്പാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് ആംബിൾ. ആംബിൾ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആംബിൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
വിസ്താരമുള്ളത് അല്ലെങ്കിൽ സ്ഥലമുള്ളത് എന്നൊക്കെയാണ് ആംബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിസ്തൃതി ഉള്ള എന്നൊക്കെയാണ് ആംബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ഓരോ വാക്കിന്റെയും മലയാളവും ഇംഗ്ലീഷും നമുക്ക് നോക്കാം, ഓപ്ഷനിൽ കിടക്കുന്നത് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സ്പേഷ്യസ് എന്നുള്ളതാണ്. എന്താണ് സ്പേഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ഥലമുള്ളത് അല്ലെങ്കിൽ വിസ്താരമുള്ളത് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വിസ്തൃതി ഉള്ളത് എന്നൊക്കെയാണ് സ്പേഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥം തന്നെയാണ് ഇതിനുള്ളത് ആംബിളിന് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ആംബിളിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തിനെ പരിഗണിക്കാം? സ്പേഷ്യസിനെ പരിഗണിക്കാം. ഇനി അടുത്ത് ഓൾഡ്. ഓൾഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പഴയത് എന്ന അർത്ഥം, അല്ലെങ്കിൽ പുരാതനമായതെന്നും അർത്ഥം ഓൾഡിനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓൾഡിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ അതിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് കരുതാം? ഏൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് വിളിക്കാം അതിന്റെ സിനോണിമായിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓൾഡിന്റെ സിനോണിമായിട്ട് നമുക്ക് ഏൻഷ്യന്റിനെ പരിഗണിക്കാം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പഴയത് അല്ലെങ്കിൽ പുരാതനമായത് എന്ന് നമുക്ക് പറയാം. ഈ ട്രാപ്പ് അത് നമുക്കറിയാം കെണി എന്നാണ്. നമുക്ക് അതിന്റെ വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് ട്രാപ്പ് ചോദിക്കാം. എങ്ങനെയായിരിക്കും വരിക? എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാച്ച് ആൻ അനിമൽ ഓർ എ ബേർഡ് ഓർ എനിത്തിങ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ വരാം. അങ്ങനെയാകുമ്പോൾ അവിടെ നമുക്ക് ട്രാപ്പ് എന്ന് വൺ വേർഡ് ആയിട്ട് പറയാം. ഇനി സർപ്രൈസ്. ദ സർപ്രൈസ് അതിശയിക്കുക അല്ലെങ്കിൽ അതിശയം എന്നൊരർത്ഥം സർപ്രൈസിനുണ്ട്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ സിനോണിമായിട്ട് നമുക്ക് എന്ത് പറയാം? അസ്റ്റോണിഷ്മെന്റ് എന്ന് പറയാം. ഇതാണ് അസ്റ്റോണിഷ്മെന്റ്. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഏത്? ആംബിൾ. എന്താണ്? സ്പേഷ്യസ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ 4 വാക്കുകളുടെ മലയാള അർത്ഥവും അതിന്റെ സിനോണിംസും നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ 3 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ 12 വാക്കുകളുടെ സിനോണിംസ് നമ്മൾ പഠിച്ചു, അതിന്റെ മലയാള അർത്ഥവും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് ഡെസൈൽ. ഡെസൈൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഡെസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഴങ്ങുന്നത് എന്നർത്ഥമില്ല, അല്ലെങ്കിൽ ജെന്റിൽ എന്നൊക്കെയാണ് ഡെസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴങ്ങുന്നത് അല്ലെങ്കിൽ എന്താണ് വിനയമുള്ളത് അല്ലെങ്കിൽ വളരെ മൃദുവായിട്ടുള്ളത് എന്നൊക്കെയാണ് ഡിസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഈ വാക്കുകൾ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥവും അതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്ക് നോക്കാം. പസ്ലിംഗ്. പസ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പസ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന. ഓക്കെ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? കൺഫ്യൂസിങ് എന്ന് പറയാം. അപ്പൊ പസ്ലിംഗിന്റെ സിനോണിമായിട്ട് നമുക്ക് കൺഫ്യൂസിങ് എന്ന് നമുക്ക് പറയാം. ഇനി ജെന്റിൽ എന്താണ്? മൃദുലമായത്, സോഫ്റ്റ് എന്നൊക്കെയാണ് ജെന്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥം തന്നെയാണ് ഇതിനുള്ളത് ഡെസൈലിനുള്ളത്. അങ്ങനെ ഡെസൈലിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തെടുക്കാം? ജെന്റിൽ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എടുക്കാം. അങ്ങനെ ഇവിടുത്തെ ആൻസർ ജെന്റിലാണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റുപ്പിഡ്. എന്താ സ്റ്റുപ്പിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ബുദ്ധിശൂന്യമായത് എന്നൊക്കെയാണ് സ്റ്റുപ്പിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് പറയാം? ഇനപ്റ്റ് എന്ന് പറയാം. അതാണ് ഇനപ്റ്റ്. INEPT. ഇനപ്റ്റ്. ഓക്കെ. അപ്പം സ്റ്റുപ്പിഡിന്റെ സിനോണിമായിട്ട് ചോദിച്ചാൽ നമുക്ക് ഇനപ്റ്റ് എന്ന് പറയാം. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കിയാൽ സ്റ്റബോൺ. എന്താണ് സ്റ്റബോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിഷേധി അല്ലെങ്കിൽ ധിക്കാരമുള്ളവൻ അല്ലെങ്കിൽ ധിക്കാരി എന്നൊക്കെ നമുക്ക് സ്റ്റബോണിനെ പറയാം. അതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്ക് എന്ത് പറയാം? ഒബ്സ്റ്റിനേറ്റ് എന്ന് പറയാം. അപ്പൊ സ്റ്റബോണിന്റെ സിനോണിമായിട്ട് നമുക്ക് ഒബ്സ്റ്റിനേറ്റ് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ഇവിടെ ഈ 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 4 വാക്കുകളുടെ മലയാളത്വവും അതിന്റെ സിനോണിംസ് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ ഇതുവരെ ഈ ക്ലാസ്സിൽ 16 വാക്കുകളുടെ മലയാള അർത്ഥവും ഒപ്പം അതിന്റെ സിനോണിംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 4 വാക്കുകളും അതിന്റെ സിനോണിംസും അതിന്റെ മലയാള അർത്ഥവും കൂടെ പഠിക്കാനേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സിനോണിം ഓഫ് ദ വേർഡ് മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മാനിഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ കാണിക്കുക എന്നൊക്കെയാണ് മാനിഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നൊരർത്ഥവും മാനിഫെസ്റ്റിനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്താണ്? കസ്റ്റമാണ്. കസ്റ്റം എന്ന് പറയുന്ന എന്റെ മലയാള അർത്ഥം എന്താണ്? ആചാരം എന്നൊരു അർത്ഥമുണ്ട് കസ്റ്റമിന്. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ സിനോണിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രാക്ടീസ് എന്നായിരിക്കും. എന്തായിരിക്കും? പ്രാക്ടീസ്. ഇനി ഹംബിൾ. ഹംബിൾ എന്ന് വെച്ചാൽ എന്താ? എളിമയുള്ള, വിനയമുള്ള എന്നൊക്കെയാണ് ഹംബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്ക് എന്ത് പറയാം? റെസ്പെക്ട്ഫുൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മോഡസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഹംബിളിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ സിനോണിംസ് ഏതൊക്കെ വരും? റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോഡസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി സോഫ്റ്റ്.
എന്താണ് മൃദുലമായത. അപ്പൊ നമുക്ക് പറയാം ജെന്റിൽ എന്ന് നമുക്ക് പറയാം സോഫ്റ്റിന്റെ. ഇനി അടുത്ത ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രദർശിപ്പിക്കുക എന്നർത്ഥം. അപ്പൊ ഇതേ അർത്ഥമാണ് എന്തിനുള്ളത്? മാനിഫെസ്റ്റിനുള്ളത്. മാനിഫെസ്റ്റിന്റെ അർത്ഥം എന്താണ്? പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ മാനിഫെസ്റ്റിന്റെ സിനോണിമായിട്ട് നമുക്ക് ഡിസ്പ്ലേ പറയാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ഡിസ്പ്ലേ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഡിസ്പ്ലേക്ക് ഷോ എന്ന് പറയുന്ന സിനോണിം ഉണ്ട്. അപ്പം മാനിഫെസ്റ്റ് അതിന്റെ സിനോണിം ഡിസ്പ്ലേ ആണ്. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ 4 വാക്കുകളുടെ മലയാള അർത്ഥവും അതിന്റെ സിനോണിംസ് പഠിച്ചു. അങ്ങനെ ഈ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ 20 വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ സിനോണിംസും നമ്മൾ പഠിച്ചു. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിന്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഒപ്പം നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്. ഇതുപോലെ പുതിയ ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി ടെലിഗ്രാം ചാനലിനെയും ഫോളോ ചെയ്യാവുന്നതാണ്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഈ ഇടതുവശത്ത് കാണാൻ കഴിയും. ആ ലിങ്കിലൂടെ കയറി ടെലിഗ്രാം ചാനൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അതിലൂടെ നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം.